ഹായ് ഓൾ. ജെയ്മെയിൻ ഫേസ് 1 എക്സാം കഴിഞ്ഞു, റെസ്പോൺസ് ഷീറ്റ് ഒക്കെ വന്നു. നിങ്ങൾ മാർക്കൊക്കെ കൂട്ടി നോക്കിയിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് നമ്മൾ പ്രതീക്ഷ പോലെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് അത്ര ഉദ്ദേശ പോലെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ചില ആൾക്കാർ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല പ്രതീക്ഷയോടെയായിരിക്കും. പക്ഷേ റെസ്പോൺസ് ഷീറ്റ് വന്ന് നമ്മൾ ആൻസർ കീ ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെയല്ല, നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച പല കാര്യങ്ങളും തെറ്റിപ്പോയി എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും, അല്ല തെറ്റിപ്പോയ കുട്ടികളുണ്ടാവും. മക്കളെ, നിങ്ങളടുത്ത് ഞാൻ കുറച്ച് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. എക്സാമിനേഷൻ ഹാളിൽ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ചിന്തകൾ നിങ്ങളുടെ മനസ്സിനുള്ളിലൂടെ പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയണം. ഒന്ന്, കുറച്ചും കൂടി ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എക്സാമിന് കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. മാഷന്മാര് വരും എന്ന് പറഞ്ഞ പല ക്വസ്റ്റ്യൻസും ഞാൻ അധികം ശ്രദ്ധ കൊടുത്തില്ല, ഞാൻ അത് പഠിച്ചില്ല. ഞാൻ ഒന്നും കൂടി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഇതിന്റെ ആൻസർ എനിക്ക് അറിയാം, എന്നെ നാക്കിന്റെ തുമ്പത്ത് എത്തുന്നുണ്ട്, പക്ഷെ എനിക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എവിടെയോ ഒരു സ്റ്റക്ക്. മറ്റു ചില ക്വസ്റ്റ്യൻസ് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷേ ചെയ്തു വരുന്ന സമയത്ത് കാൽക്കുലേഷൻ ഹെവി ആയിപ്പോയി, അല്ലെങ്കിൽ തെറ്റിപ്പോയി, അങ്ങനെ ഒരുപാട് സമയം പോയി. ഇനി റെസ്പോൺസ് ഷീറ്റ് വന്നതിന് ശേഷം ഈ പല ക്വസ്റ്റ്യൻസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് എക്സാമിനേഷൻ ഹാളിൽ ഞാൻ അവസാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല, ആ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മറ്റു ചില ക്വസ്റ്റ്യൻസ് എനിക്ക് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല, പക്ഷെ റെസ്പോൺസ് ഷീറ്റ് ഒക്കെ വന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് അതൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. എനിക്ക് ആ സ്ട്രെസ്സിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടിരുന്നു, എനിക്കറിയാം, പക്ഷെ എനിക്ക് ആ സമയത്ത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് മിക്ക കുട്ടികളുടെയും മനസ്സിലൂടെ പോകുന്നുണ്ടാവും. ഇതൊക്കെ സാറ് മനസ്സിലാക്കുന്നത് ജ്യോത്സ്യനായതുകൊണ്ട് തന്നെയല്ല, എന്ത് സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അതിന് സൊല്യൂഷനും ഒന്നെന്നെ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാനുള്ള റീസണും ഒന്നെന്നായിരുന്നു. അതായത് മതിയായ രീതിയിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതി കാണില്ല, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അതിന്റെ എഫക്റ്റീവ്നെസ്സിൽ നിങ്ങൾക്ക് അതിനെ ആ മോക്ക് ടെസ്റ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോക്ക് ടെസ്റ്റുകൾ നന്നായി എഴുതിയാൽ മാത്രമേ, അതായത് അതിന്റെ എഫക്റ്റീവ്നെസ്സിൽ ശാസ്ത്രീയമായ രീതിയിൽ എഴുതിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. മോക്ക് ടെസ്റ്റുകൾ എഴുതിയാൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ ഹാളിലുള്ള സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ അത് എഴുതിയാൽ മാത്രമേ എങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മുടെ കണ്ണെത്തിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ എഴുതിയാൽ മാത്രമേ നമ്മുടെ കാൽക്കുലേഷൻ എത്രത്തോളം സ്പീഡ് ആക്കാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് തെറ്റുകൾ എത്ര പറ്റുന്നുണ്ട്, നെഗറ്റീവ് എത്ര വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ എഴുതണം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സൈലത്തിന്റെ LMRP ഫേസ് 2 കോഴ്സിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, മൊഡ്യൂൾ ടെസ്റ്റുകൾ, GIB എക്സാമുകൾ തുടങ്ങിയ അനവധി എക്സാംസ് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതും PYQ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മോഡിഫൈ ചെയ്തിട്ട് ഏറ്റവും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടാണ് സൈലം മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പോൾ ഈ ഏറ്റവും അവസാനം നിങ്ങൾ കിട്ടുന്ന, അഥവാ ഫേസ് 2 കിട്ടുന്ന ഏറ്റവും അവസാനത്തെ ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത് മാത്രമല്ല, LMRP ഫേസ് 2 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് 1 ക്വസ്റ്റ്യൻസ് നമ്മൾ കീറി മുറിച്ച് പരിശോധിച്ച് നിങ്ങൾക്ക് മുമ്പിൽ ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരുന്നുണ്ട്. അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ഒരേ ട്രെൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതി NTA ഉണ്ട്. അപ്പൊ ഫേസ് 1 അതേ ട്രെൻഡ് തന്നെ ആവാം ഫേസ് 2 ഉണ്ടാവുക. അപ്പൊ നമുക്കത് ഉഷാറായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മോക്ക് ടെസ്റ്റുകളുടെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട് മക്കളെ. അപ്പൊ നിങ്ങൾക്ക് 2026 ജെയ്മെയിൻ ഫേസ് 2 നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ അവസരമാണ്. സ്ട്രക്ചർഡ് ആയി പഠിക്കാനുള്ള, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനുള്ള, ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ അവസരമാണ് LMRP ഫേസ് 2. കൺഫ്യൂഷൻ അടിച്ചിരിക്കാതെ ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.